ഹലോ അസ്സലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി മഷ്റൂം കറിയാണ്. നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്നതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു മഷ്റൂം കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ ഒരു മഷ്റൂം കറി ഉണ്ടാക്കിയെടുക്കുന്നത് 200 ഗ്രാമിൻ്റെ പാക്കറ്റ് മഷ്റൂം വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇരട്ടിയായിട്ട് എടുത്താൽ മതി. അപ്പോൾ മഷ്റൂം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ സാധാരണ 3 ദിവസമൊക്കെയാണ് ഇതിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടാവാറ്. അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിക്കുക. അതുപോലെ വാങ്ങിച്ച ഉടനെ തന്നെ നമ്മൾ കറി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കറിയോ എന്തായിട്ടാണെങ്കിലും അത് ഉണ്ടാക്കുക. അല്ലാതെ ഫ്രിഡ്ജിലായാലും കുറേ ദിവസം സൂക്ഷിച്ചാൽ അതിൻ്റെ ഗുണം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വയറിനൊക്കെ അസ്വസ്ഥത ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു കോട്ടൻ്റെ ടവലിൽ കുറച്ച് സമയം ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ പോയി. ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു സ്കിന്ന് റിമൂവ് ചെയ്യണം. അതുപോലെ ഈ ഒരു തണ്ടിൻ്റെ അറ്റത്ത് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്കിന്ന് ഇതുപോലെ അങ്ങ് റിമൂവ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മഷ്റൂമൊക്കെ ക്ലീനായിട്ട് വരും. അപ്പോൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ക്ലീൻ ചെയ്യുക അങ്ങനെ അതൊന്നും അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് ഇതുകൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനായിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഹൗ ടു ക്ലീൻ മഷ്റൂം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഇതുവരെ മഷ്റൂം ട്രൈ ചെയ്യാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഈ അകത്തുള്ള ഈ ഒരു ബ്ലാക്ക് പോർഷൻസ് ഒന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ 4 ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മഷ്റൂം ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് 4 ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം തന്നെ ക്ലീൻ ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരുപാട് മസാലപ്പൊടികളാണ്ട് ആവശ്യമില്ല. ഇനി നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന ടൈമിൽ ബാക്കിയുള്ള കറികൾക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 2 വലിയ സവാള ഇതുപോലെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളി, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു 1.5 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചത്. അപ്പോൾ ഇതൊക്കെ റെഡിയായി. ഇനി നമുക്ക് മൺചട്ടിയിലാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു നാടൻ സ്റ്റൈലിലുള്ള കറിയാണ്. അപ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഈ ഒരു കറിക്ക് ഏറ്റവും നല്ലത്. അതുപോലെ വെളിച്ചെണ്ണ കട്ട പിടിച്ചിരിക്കുന്നത് ഇവിടെ നല്ല തണുപ്പാണ് ഇപ്പോൾ, അതുകൊണ്ടാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ ആ ഒരു മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ 2 ബാച്ചായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എണ്ണയിൽ കുറച്ച് എണ്ണ കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ സവാള, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് എണ്ണ വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് സവാള പെട്ടെന്ന് തന്നെ വേണ്ടി വരും. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതൊക്കെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോഴാണ് ഈ ഒരു കറിയുടെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ സവാള അധികം വഴണ്ട് വരാതെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായി വന്നാൽ നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്താൽ ഈ ഒരു കറിക്ക് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അധികം ആവാതെ ശ്രദ്ധിക്കാം മസാല. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് മീറ്റ് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മസാല കയ്യിലുണ്ട് അത് ചേർക്കുക. അപ്പോൾ രണ്ടും കയ്യിലില്ലാത്തവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം വെച്ചിട്ട് ഈ ഒരു കറി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഞാൻ നന്നായിട്ട് വഴറ്റിയിട്ട് ആ ഒരു മസാല കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഈ തക്കാളി നമുക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നത് വരെ
ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് തന്നെ ഇതൊരു സോഫ്റ്റായിട്ട് വരും. അപ്പോൾ തക്കാളിയിൽ വെള്ളം കുറവുള്ള തക്കാളി ആണെങ്കിൽ നിങ്ങൾക്ക് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ ഒരു സമയത്ത് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്നങ്ങ് ഉടച്ചു കൊടുത്താലും മതി. ഇതുപോലെ നന്നായിട്ട് തന്നെ തക്കാളിയൊക്കെ ഉടഞ്ഞു വരണം, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി എരിവ് കൂടുതലുള്ളതാണെങ്കിൽ കുരുമുളക് പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി. നമുക്കിത് നന്നായിട്ടൊന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മഷ്റൂം കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം മഷ്റൂം കൂടി ഇട്ടിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം, നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് ചൂടുവെള്ളം ചേർത്തിട്ട് ഇതിനൊരു കറി ടൈപ്പാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി വേണ്ടതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഏകദേശം 1.5 ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചൂടുവെള്ളം. അപ്പോൾ ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഈ കറി വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു രീതിക്ക് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിന് മുമ്പായിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്നങ്ങ് കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തത് കൊണ്ട് തന്നെ മഷ്റൂം ഒരുപാട് കുക്കാകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഗ്രേവി നല്ലൊരു തിക്കാകുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു ചട്ടിയിൽ തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്, അതുപോലെ കറിവേപ്പിലയും. അപ്പോൾ ഈ ഒരു കറി നമ്മൾ ഇപ്പോൾ കുറച്ചൊരു ലൂസായിട്ട് തോന്നും, കണ്ടില്ലേ? പക്ഷെ നമ്മൾ ഈ ഒരു ചട്ടിയിൽ തന്നെ വെച്ച് 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ടൈപ്പിലായിരിക്കും കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ചപ്പാത്തിക്കും അതുപോലെ പത്തിൻ്റെ ഒക്കെ കൂടെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്, ചോറിൻ്റെ കൂടെ ആയാലും. അപ്പോൾ ഈ ഒരു കറി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.